ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ബാച്ചിലും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈലത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ +2 പഠനം അത് ബേസ് മുതൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പം ബേസിക്കായിട്ട് നമ്മൾ ഏത് രീതി ഫോളോ ചെയ്യണം, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ പ്ലാറ്റ്ഫോംസാണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ സൈലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10th മുതലാണ് സൈലം എടുത്തത്. സൈലം അസ്ത്ര ബേസിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ സൈലം ഞാൻ പഠിച്ചു തുടങ്ങി. കഴിഞ്ഞ വർഷം +1 എടുത്തിട്ടുണ്ട്, ഇപ്പോൾ +2 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10th എനിക്ക് അത്യാവശ്യം 94% മാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ +1 റിസൾട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരുമെന്നാണ് പുതിയ അപ്ഡേറ്റ് അറിഞ്ഞത്. അപ്പം +2 നമ്മൾ നോക്കുന്ന സമയത്ത് +2 അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം. അതായത് +1 അത്യാവശ്യം പഠിക്കാത്തൊരു സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ +2 നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മിക്കുള്ള സ്റ്റുഡൻസും അത്യാവശ്യം നല്ല മാർക്ക് +2 കുറച്ച് ടഫായതുകൊണ്ട് തന്നെ അവർ മാക്സിമം മാർക്ക് +1 സ്കോർ ചെയ്യാറുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഞാൻ സൈലത്തിൽ എടുത്തിട്ടുണ്ടായത് അഡ്മിഷൻ. ഇപ്പോൾ സൈലത്തിൽ പുതിയതായിട്ട് അവർ കൊണ്ടുവന്നത് 2 രീതിയിലാണ് അഡ്മിഷൻ ബാച്ച് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അഗ്നി തന്നെയാണ്. അതുകൂടാതെ ബേസ് പ്ലാൻ അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ എന്ന് വെച്ചിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫിനിറ്റി നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബേസ് പ്ലാനിൽ നമുക്ക് DPP അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ് അതുപോലെ തന്നെ എക്സാംസ് മൊഡ്യൂൾസായിട്ടൊക്കെ തിരിച്ചിട്ടുള്ളതൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എടുക്കുമ്പോൾ എമൗണ്ട് കുറച്ച് കൂടും. 5399 വരുന്നത്. നമ്മുടെ വിഷുവിൻ്റെ ഓഫറൊക്കെ പ്രമാണിച്ച് May 10th വരെയുള്ള ഒരു ഓഫർ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫിനിറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൂടാതെ തന്നെ +2 നമ്മൾ പ്രാക്ടിക്കൽ എക്സാംസ് ഉള്ളതുകൊണ്ട് അതും ഇവരതിൻ്റെയോടൊപ്പം തന്നെ പഠിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ബേസ് പ്ലാൻ മതിയെങ്കിൽ അതെടുക്കാം. ഇനി ബേസ് പ്ലാൻ എടുത്തിട്ട് പിന്നീട് നമുക്ക് ഇൻഫിനിറ്റി എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നീറ്റിനും JEEക്കൊക്കെ എക്സാം എഴുതുന്നവർക്ക് അവർക്ക് പ്രത്യേകം കോഴ്സിൽ നിന്ന് 50,000 എമൗണ്ട് വരുന്ന രീതിയിലുള്ള കോഴ്സ് അവർക്കുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയിട്ടില്ല. സോ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ക്ലാസ് തുടങ്ങും. എനിക്ക് തോന്നുന്നു ഫിസിക്സ് ക്ലാസ് ആണെന്ന് തോന്നുന്നു, 7 മണിക്കുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം. എന്തൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. എങ്ങനെയൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ബ്ലോഗ് എന്തൊക്കെയാണ്, അതുപോലുള്ള പഠിക്കുന്നതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ ഇടും, അല്ലെങ്കിൽ സൺഡേ ഒക്കെ ആയിരിക്കും ഇനി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. ബൈ.